അടിപൊളി ചോക്ലേറ്റ് ഐസ്ക്രീം. ഈ ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്കൊന്ന് നോക്കാം. ബെൽസിൻ്റെ ക്രീമാണ് ഞാൻ ഇതിനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. അത് പൊട്ടിക്കാം. ഞാനൊരു 1.5 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1/2 കപ്പ് കൊക്കോ പൗഡർ, 1.5 കപ്പ് ക്രീം, 1/2 കപ്പ് കൊക്കോ പൗഡർ. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്യും. ഞാനൊരു പകുതിയോളം സ്റ്റിപ്പായി വന്നപ്പോൾ 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്തു. എനിക്ക് എപ്പോഴും ഉള്ളതാണ് ഇത്. ഒഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നോക്കി നോക്കും. ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഒന്നുകൂടെ ബീറ്റ് ചെയ്തിട്ട് വരാം. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ബീറ്റ് ചെയ്ത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന അത്രയും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ കുറച്ചത് ഇതാണ് ഞാൻ ഇപ്പോൾ ബീറ്റ് ചെയ്ത. ഇത്രയും ബീറ്റ് ചെയ്താൽ മതി. ഇത് നമ്മളിങ്ങനെ കോരി എടുത്തിട്ട് ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് അതിൽ വീഴും. നമ്മൾ കേക്ക് ഉണ്ടാകുമ്പോൾ നല്ല കട്ടിയായിട്ട് അതിലിരിക്കില്ലേ, അത്രയും വേണ്ട. ഇതിൽ 3 സാധനങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ: കണ്ടൻസ്ഡ് മിൽക്ക്, കൊക്കോ പൗഡർ, ക്രീം. ഇതിൽ വേണമെങ്കിൽ നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ച് ചേർത്തു. അപ്പോൾ ഒരു തരിതരിപ്പ് വരും കഴിക്കുമ്പോൾ. അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 3 സാധനങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ചോക്കോ ചിപ്സാണ് ഇത്. എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ചേർക്കണം. ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ കഴിക്കുമ്പോൾ ഒരു തരിതരിപ്പ് വരും. ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടും. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അടിപൊളി ചോക്ലേറ്റ് ഐസ്ക്രീം ഇപ്പം റെഡിയാവും. ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. പിന്നെ മധുരം, ഈ മധുരം എനിക്ക് മതി. അപ്പം മധുരം കൂടുതൽ വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം. മധുരം വേണമെങ്കിൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ മധുരം വേണമായിരിക്കും. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കാം. എളുപ്പത്തിലുണ്ടാക്കാം. ഇതിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി കുറച്ച് ചോക്കോ ചിപ്സ് കൂടെ ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അടിപൊളി ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കി. എളുപ്പത്തിലുണ്ടാക്കാം. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ അവധിയായിട്ട് നിൽക്കുന്ന ദിവസങ്ങളിൽ തലേദിവസം രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ എടുത്ത് അവർക്ക് കൊടുക്കാം. അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാനിപ്പോൾ രാത്രിയാണ് ഉണ്ടാക്കിയത്. രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതാണെന്ന് കാണിച്ചത് ഐസ്ക്രീം എങ്ങനെ ഇരിക്കുമെന്ന്. ക്ലിംഗ് റാപ്പർ വെച്ചൊന്ന് കവർ ചെയ്യേണ്ടത്. പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് ഐസ് കയറാൻ സാധ്യതയുണ്ട്. ഫ്രീസറിലേക്ക് വയ്ക്കാം. നാളെ രാവിലെ ഇത് ഐസ്ക്രീമായിരിക്കും. അതൊന്ന് നമുക്ക് നാളെ കാണാം. നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഐസ്ക്രീം ഇതേ കണ്ടോ. 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. നല്ല ഭംഗിയില്ലേ, നല്ല ഫൈനല്ലേ. ഇനി നമുക്കതൊന്ന് എടുത്ത് നോക്കാം. ഇതേ കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുകൊണ്ട് നല്ല സെറ്റായെന്ന്, ഐസ്ക്രീം സെറ്റ്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റ്, അടിപൊളി ഐസ്ക്രീം. ഇന്നലെ നമ്മളിട്ട് ചോക്കോ ചിപ്സ് ഇല്ലേ, അതൊക്കെ കഴിക്കാനൊരു നല്ല ടേസ്റ്റ്. ആവശ്യത്തിനുള്ള മധുരം ഇതിലുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ മാത്രം പൗഡർ ഷുഗർ കുറച്ച് ചേർക്കുക. ഇനി ഇതൊന്ന് കഴിക്കട്ടെ. അടിപൊളി ഐസ്ക്രീം, ഒന്നും പറയാൻ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം.